ഒരു പഞ്ചായത്ത് മെമ്പറുടെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 8,000 രൂപയാണ്. മാത്രമല്ല ഈ പഞ്ചായത്തുകൾ തമ്മിലുള്ള എന്തെങ്കിലും മീറ്റിങ്ങുകൾ, കൂടിയാലോചനകൾ തുടങ്ങിയ മീറ്റിങ്ങുകളൊക്കെ ആഹ്, ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ഒരു ബത്ത പോലെ 200 രൂപ, 250 രൂപ കിട്ടാറുമുണ്ട്. വാസ്തവത്തിൽ ഈ 8,000 രൂപ എന്ന തുക വളരെ കുറവാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാം. എങ്കിലും ഇത് മറ്റൊരു ജോലി പോലെയല്ല. അതിനേക്കാൾ ഉപരി ഇതൊരു സേവനം കൂടിയാണ്. ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഭരണാധികാരിയായി തീരുക എന്ന് പറയുന്നത് അതൊരു സേവനം കൂടിയാണ്. എന്തായിരിക്കാം ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ട യോഗ്യതകൾ? അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ വേണ്ട ചില യോഗ്യതകളെക്കുറിച്ചാണ് ഇന്ന് മല്ലു മെട്രോ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ പല രാഷ്ട്രീയ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം പ്രധാനമായിട്ടൊരു 4, 5 ഗുണങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്, വളർന്നു വരുന്ന യുവ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ആവശ്യമാണ്. അതിൽ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലം കൂടി ആണ്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ സിനിമാ നടന്മാർ, നടിമാർ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാർ, ക്രിക്കറ്റ് താരങ്ങൾ അവരൊക്കെ മാത്രമാണ് ജനങ്ങളിൽ വലിയൊരു സ്വാധീനം ചെലുത്താറ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ, ട്വിറ്ററും ഫേസ്ബുക്കും അതുപോലെ യൂട്യൂബൊക്കെ വഴി ഒരുപാട് തരത്തിലുള്ള ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ആളുകളായി മാറിയിരിക്കുന്നത്. എല്ലാ ആളുകളും സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം സഫാരി ടി വി ചാനലിൻ്റെ സ്ഥാപകനൊക്കെ കൂടിയാണ്. പക്ഷെ അദ്ദേഹം ഒരു ബ്രാൻഡായിട്ട് മാറി. ഇപ്പം ഒരിടത്ത് പറഞ്ഞ ബോച്ചയോ, അദ്ദേഹം അദ്ദേഹം ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ വ്യക്തിത്വം എത്രത്തോളം ദൃശ്യവൽക്കരിക്കാൻ കഴിയുമോ അത്രത്തോളം ദൃശ്യവൽക്കരിക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു വാർഡ് മെമ്പർ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കരിയർ ലക്ഷ്യമിടുന്ന ആളുകൾ ഒരു സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറേണ്ടതുണ്ട്. എല്ലാ ആളുകളും ഇപ്പം നരേന്ദ്രമോദിയൊക്കെ അത്തരത്തിൽ വന്ന ഒരു ബ്രാൻഡാണ്. അതായത് ഇങ്ങനെ പടിപടിയായിട്ട് വന്ന ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. അത് വ്ളാഡിമിർ പുടിൻ ലോക നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ പതിയെ ബ്രാൻഡായിട്ട് വരികയാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറിന് വേണ്ട അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ട ചില ക്വാളിറ്റീസിൽ ഒന്നാണ് ഒരു ബ്രാൻഡാകുന്നത്. സ്വയം ഒരു മൂല്യമുള്ള ഒരാളായി തീരുക. അതുമാത്രമല്ല, അങ്ങനെ ഒരു ദൃശ്യവൽക്കരിക്കുക, അതായത് ജനങ്ങളുടെ ഇടയിൽ ദൃശ്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ്. അതായത് നിങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ള അല്ലെങ്കിൽ പൊതുവേദിയിൽ സംസാരിക്കുവാനുള്ള ഒരു കഴിവ് സ്വായത്തമാക്കണം. ഇന്ന് ഒരുപാട് സ്ത്രീകൾ കൂടി രാഷ്ട്രീയ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സംവരണം കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് വലിയ തോതിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പണ്ടൊക്കെ ജാഥയ്ക്ക് പോകാനും അല്ലെങ്കിൽ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമായിരുന്നു ഈ ഇത്തരം അവസരങ്ങൾ ലഭിക്കുക സ്ത്രീകൾക്ക്. പക്ഷേ ഇന്ന് വലിയ അവസരങ്ങളാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വനിതാ സംവരണം വാർഡുകൾക്കൊക്കെ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്പീക്കിംഗ്. അതായത് പലപ്പോഴും സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പുരുഷന്മാർ പ്രൈമറിയും സ്ത്രീകൾ പലപ്പോഴും സെക്കൻഡറി ആവാറാണ് പതിവ്. പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ സ്ത്രീകളായാലും സംസാരിക്കുവാൻ കഴിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിലുള്ള പദസമ്പത്ത് ആർജിക്കുക, രാഷ്ട്രീയപരമായ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ചർച്ചകൾ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആനുകാലികങ്ങളൊക്കെ അല്ലെങ്കിൽ പത്രമാസികകളൊക്കെ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. അപ്പം പബ്ലിക് സ്പീക്കിങ് വളരെ പ്രധാനപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെ അതല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് തന്നെ ക്യാമറ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അതായത് എല്ലാവിധ മാധ്യമങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ മൈക്കിൽ കൂടെയുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പലപ്പോഴും പ്രത്യേകിച്ച് അമേരിക്കയാണ് ഇതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം. അവിടുത്തെ റൂസ്വെൽറ്റ് ആയാലും നമ്മുടെ ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും പഴയ കാലത്തെ എബ്രഹാം ലിങ്കണും അതുപോലെ ജോൺ എഫ് കെന്നഡി തുടങ്ങിയ ബറാക്ക് ഒബാമ പോലെയുള്ള പല ആളുകളും വളരെ മികച്ച പ്രാസംഗികരുണ്ട്. കാരണം അവർ എപ്പോഴും അവിടെയുള്ള ജനങ്ങൾ പ്രഭാഷണത്തിന് വലിയ
പ്രാധാന്യം കൊടുക്കാറുണ്ട്. മറ്റ് ഇത് ഇത് നമ്മുടെ രാജ്യത്താണെങ്കിൽ നരേന്ദ്രമോദി അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തും. അപ്പം അവരൊക്കെ പബ്ലിക് സ്പീക്കിങ്ങിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുക തന്നെ വേണം. മറ്റൊരു കാര്യമാണ്, സിമ്പിളായുള്ള കാര്യമാണ് പരിഗണിക്കുക എന്നുള്ളത്. എല്ലാ ആളുകളെയും പരിഗണിക്കണം. അത് ചെറുപ്പമായിക്കോട്ടെ വലുപ്പം ഉള്ളവരായിക്കോട്ടെ, എല്ലാ ആളുകളെയും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ കാൽവിൻ കൂലിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിർത്തുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ കൂലിഡ്ജിനെ ഇൻട്രോവേർട്ടായ ഒരാളായിരുന്നു, അന്തർമുഖത്തുള്ള ഒരാളായിരുന്നു. അപ്പം വളരെയധികം സോഷ്യബിൾ ആയിരുന്നില്ല അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് മിക്കപേരും അയാളെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ് അയാളെ ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘട്ടം വന്നു. അങ്ങനെ ഒരു ചർച്ച നടക്കുന്ന വേദിയിൽ ഒരു ചെറിയ കുട്ടി, ഒരു വലിയ ആളുകളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ചെറിയ കുട്ടി, അത് ഒരാളൊപ്പം വന്നതാണ്. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ആ അങ്കിളിനെ വളരെയധികം ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കൂടെയുള്ളവർ. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ കൈക്ക്, എൻ്റെ ഈ ചെറിയ ഒരു വിരലിന് ഒരു മുറിവ് പറ്റിയിട്ടുണ്ടായി. ആ കൈക്ക് എന്ത് പറ്റിയെന്ന് ആ അങ്കിൾ മാത്രമാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സാധാരണ ഒരു വോട്ടർ ചെയ്യാൻ പോലുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോളുടെ കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതും ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് അപ്പം അവിടെ ഉള്ളവരൊക്കെ പിന്നീട് മാറ്റി. അതായത് പിന്നീട് കാൽവിൻ കൂലിഡ്ജിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും അദ്ദേഹം പ്രസിഡന്റ് പദവി അലങ്കരിക്കുകയും ചെയ്തു അമേരിക്കയുടെ. അപ്പം ഈ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ആളുകളെയും പരിഗണിക്കുക. അതുപോലെ തന്നെ ലിസണിങ് സ്കിൽസ് വളരെ പ്രധാനമാണ്. അവരെ കേൾക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടി വലിയ ജനപിന്തുണ അല്ലെങ്കിൽ ജനകീയനായ മുഖ്യമന്ത്രി എന്നൊക്കെ ഒരു അഭിപ്രായം എല്ലാവരുടെ കയ്യിലുണ്ട്. കാരണം പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ആളുകളെ സമീപിച്ച രീതി, അദ്ദേഹം വളരെയധികം കേട്ടു, ആളുകളുടെ പ്രശ്നം എന്താ കേട്ടു, ആളുകളെ അടുത്ത് വരാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക, അതുപോലെ ഇപ്പോൾ ലിസണിങ് സ്കിൽസ്, കേൾക്കുന്നതിലുള്ള സന്നദ്ധത, അത് തീർച്ചയായും മെമ്പർക്കും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കരിയർ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ്, പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അതിൻ്റെ പദ്ധതികൾ, അതിനെക്കുറിച്ച് പഠിക്കുക. ഇപ്പം ജലസേചനം, കുളങ്ങൾ, അതുപോലെ അല്ലെങ്കിൽ റോഡ് നിർമ്മാണം, അതുപോലെ കൃഷി, കന്നുകാലി വളർത്തൽ, നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഈ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ വനിതകളുടെ ഉന്നമനം, അങ്ങനെയുള്ള ഒരുപാട് വിവിധ സാംസ്കാരിക പദ്ധതികൾ, ഇതെല്ലാം നല്ല രീതിയിൽ മുൻകാല പ്രവർത്തനങ്ങളുടെ ബുക്സ് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. അതൊക്കെ വായിച്ച് പഠിക്കുക. അത്തരം കാര്യങ്ങൾ വേണം. കാരണം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ മറ്റുള്ളവരോട് ചോദിക്കാം. പക്ഷേ നമ്മൾ വളരെ പെട്ടെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നത് എപ്പോഴും നമുക്ക് പല നമുക്ക് തന്നെ നേരിട്ട് അറിവുള്ള കാര്യമാണ്. ഒരാളെ പഞ്ചായത്ത് മെമ്പറാക്കി, അല്ലെങ്കിൽ ഒരാളെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കി, പക്ഷേ അയാൾക്ക് അധികം കാര്യങ്ങൾ ചെയ്യാറില്ല. എല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരികയാണ്. ആദ്യത്തെ ഒരു 6 മാസം അവരുടെ സപ്പോർട്ട് വേണം. പക്ഷേ പിന്നീട് നമ്മൾ പല കാര്യങ്ങളും സ്വയം പഠിച്ചെടുക്കാനുള്ള സന്നദ്ധത വേണം. ലേണിങ് മസ്റ്റാണ്. ഇപ്പം പിണറായി വിജയനൊക്കെ അത്തരത്തിൽ ലേണിങ് ചെയ്യുന്നതിൽ കാര്യത്തിൽ അദ്ദേഹം മടി കാണിക്കാറില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ, അല്ലെങ്കിൽ ഒരു കാര്യം പഠിച്ച് അവതരിപ്പിക്കുന്നതിലൊക്കെ ശ്രദ്ധ ചെലുത്താറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ സ്ഥിരത, ക്ഷമ, ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഒരു പദ്ധതി, സുരേഷ് ഗോപിയൊക്കെ അതാ പറയുന്നത്, മെട്രോ അല്ലെങ്കിൽ കോയമ്പത്തൂർ വരെ ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ എയിംസ് ഇവിടെ ഇന്ന ജില്ലയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആലപ്പുഴയിലാക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല കാര്യമാണ്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഈ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് ഈ വളരെയധികം ക്ഷമമാണ്. ഇപ്പോൾ സാധാരണ ചില സമയങ്ങൾക്ക് ഒരു റോഡിൻ്റെ വീതി കുറവുള്ള സ്ഥലമായിരിക്കും. റോഡിന് തന്നെ ഓരോ നിയമാവലികളുണ്ട്. ഇത്ര വീതി വേണം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെ വേണം തന്നെ, അല്ലെങ്കിൽ സൈഡിൽ കൂടെ കനാൽ വേണം, അങ്ങനെ കുറേ നിയമങ്ങളുണ്ടാവും. അപ്പം ചില ഭാഗങ്ങളിലേക്കുള്ള ഫണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കുളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇത് ക്ഷമ വളരെ അത്യാവശ്യമാണ്. ഒരു കാര്യം വളരെ പെട്ടെന്ന് നമുക്ക് ഓടിച്ചാടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ക്ഷമയും പ്രധാനമാണ്, സ്ഥിരതയും വളരെ പ്രധാനമാണ്. കാരണം പാർട്ടിയുടെ മീറ്റിങ്ങുകൾ പങ്കെടുക്കുക, അതുപോലെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള
ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കരിയർ പോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. പാഷൻ വേണം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പം ഇത് ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ബോധ്യം എല്ലാറ്റിനേക്കാളും ഉപരി വേണം. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം. അപ്പം ക്ഷമയും സ്ഥിരോത്സാഹവും സ്ഥിരതയും വേണ്ട ഒരു ഗുണം തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട ഈ 2, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു കാര്യമാണ് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് അറിയുക, അതോടൊപ്പം തന്നെ നോളേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അത് വളരെ അത്യാവശ്യമാണ്. സ്വന്തം പാർട്ടിയെക്കുറിച്ച് അറിയണം, മറ്റ് പാർട്ടികളെക്കുറിച്ച് അറിയണം, അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അറിയണം. റീഡിങ്, പത്രങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ന്യൂസുകൾ കാണുകയോ അത്തരം കാര്യങ്ങളൊക്കെ ഒരു അതായത് സോഷ്യൽ അവയർനെസ്, സാമൂഹികമായ അവബോധം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു പഞ്ചായത്ത് മെമ്പർക്ക്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഗുണങ്ങൾ. ഞാൻ പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചെടുത്തിട്ടുള്ള ചില കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചില കാര്യങ്ങളൊക്കെയുണ്ട്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഈ ജവഹർലാൽ നെഹ്റു, അതുപോലെ ബെർട്രാൻഡ് റസ്സലിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെയൊക്കെ ഒരു ക്വാളിറ്റിയാണ് ഈ വിഷൻ, ഒരു ദർശനം, നല്ലൊരു ദർശനം ഉണ്ടായിരുന്നു അവർക്കൊക്കെ, ഒരു ക്രാന്ത ദർശിത്വം ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഒക്കെ അതിൽ വളരെയധികം കേമനായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഭരണഘടന ആമുഖമൊക്കെ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞതും. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യ എന്ന ഒരു ഇന്ത്യയുടെ ഒരു മതേതരത്വം പോലുള്ള മൂല്യങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരാൻ കഴിഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം, കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാവിധ മത വിഭാഗങ്ങളുണ്ട്, വിവിധ തരത്തിലുള്ള ജാതിയും അതുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാർ വളരെയധികം കാറ്റഗറി, വളരെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാമുള്ള ഒരു സമൂഹവും, അതോടൊപ്പം തന്നെ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള സമൂഹത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പം പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം തെരുവ് നായയുടെ ഒരു പ്രശ്നം, അത് നമുക്ക് സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അതിനെ എങ്ങനെ പിടികൂടി അങ്ങനെ ശരിയാക്കാമെന്ന് വലിയ തരത്തിൽ കാര്യക്ഷമമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യാവുന്നതും ഒരു പഞ്ചായത്ത് മെമ്പറുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളുടെയൊക്കെ ശ്രദ്ധ അതിലേക്കും കൂടി തിരിയേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഗുണം. പക്ഷേ 8,000 രൂപ മതിയോ? ഇത്രയും രൂപ, അതൊരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ജോലിയേക്കാൾ കൂടുതൽ, ഇതിൻ്റെ എന്തോ ഓണറേറിയം അങ്ങനെ എന്തോ പേരാണ് സാധാരണഗതിയിൽ പറയാറ്, സാലറി എന്നതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇതൊരു ജോലി എന്നതിനേക്കാൾ കൂടുതലും ഇതൊരു സേവനമാണ്. ആ രീതിയിൽ നമുക്ക് കാണാം. എന്തായാലും തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവരും മത്സരിക്കട്ടെ, വിജയിക്കട്ടെ. നല്ല രീതിയിലുള്ള പ്രകടനം നമ്മുടെ പഞ്ചായത്തുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.